DCC ഓഫീസിലെ കയ്യാങ്കളിക്ക് പിന്നാലെ തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡ്. ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പെന്നും നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളും ഇല്ലെന്നുമാണ് ഫ്ലെക്സ് ബോർഡിലുള്ള പരാമർശം. ജില്ലയുടെ താൽക്കാലിക പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേൽക്കുന്ന ദിവസമാണ് DCC ഓഫീസ് പരിസരത്ത് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം DCC ഓഫീസിൽ ഇനി പുകയുണ്ടാകില്ലെന്നും പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ചാർജ് എടുക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റെങ്കിലും നിലവിലെ പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നല്ലേ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വരുന്നതിൽ സൂചകമാകുന്നത്? വിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള പരാജയം, കെ മുരളീധരന്റെ പരാജയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ നിരന്തരമായി DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ജോസ് വള്ളൂരിനും അനിലക്കരയ്ക്കും TN പ്രതാപനും എതിരെയൊക്കെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുരളീധരന്റെ അനുയായികളാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്നായിരുന്നു ആദ്യം വിലയിരുത്തലുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇവരുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഈ DCC ഓഫീസിനുള്ളിൽ വലിയ തരത്തിലൊരു സംഘർഷം, അത് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ ഈ മുരളീധരന്റെ അനുയായിയായിട്ടുള്ള സജീവൻ കുരേച്ചരെ മർദ്ദിച്ചു എന്നുള്ള പരാതിയൊക്കെ നിലനിന്നിരുന്നു. എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെട്ടിരുന്നു. അതിനുശേഷം ദേശീയ നേതൃത്വം തന്നെ ഇതിൽ പരിഹാരം വേണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ജോസ് വള്ളൂർ അടക്കം ഡൽഹിയിലെത്തി ഇവരുമായി നേതാക്കളുമായി ചർച്ച നടത്തി. പിന്നാലെ ഈ ശ്രീകണ്ഠൻ MPയെ നിലവിലെ ചുമതല ഏൽപ്പിക്കുവാൻ വേണ്ടി നേതൃത്വം തയ്യാറാകുകയായിരുന്നു. അതിനുശേഷം ഇന്ന് ഈ ശ്രീകണ്ഠൻ MP ചുമതല ഏൽക്കുന്ന ആ ഒരു ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് അടക്കം പ്രത്യക്ഷപ്പെട്ടത്. ആ ഫ്ലെക്സ് ബോർഡിൽ തന്നെ പറയുന്നത് ഈ പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ മാപ്പെന്നും നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നൊക്കെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ മുരളീധരന്റെ തോൽവി വലിയൊരു ഭിന്നത തന്നെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് ആയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അത് പ്രകടമായിരുന്നു. പല മേഖലയിലും പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ പ്രവർത്തകർ സജീവമായിരുന്നു. അത്തരത്തിൽ ഈ കോൺഗ്രസിനുള്ളിലെ വിള്ളൽ ഇങ്ങനെ തുടരുമ്പോൾ തന്നെയാണ് പുതിയ ചുമതല VK ശ്രീകണ്ഠന് നൽകുന്നതും. എന്തായാലും ചുമതല ഏറ്റെടുത്ത ശേഷം ഇനി DCC ഓഫീസിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായെന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നും ഒക്കെയാണ് VK ശ്രീകണ്ഠൻ MP ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു തർക്കം നിലനിൽക്കുമ്പോഴാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെ കൂടെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. എന്തായാലും VK ശ്രീകണ്ഠനെയാണ് പാർട്ടി നേതൃത്വം ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.